മഹാരാഷ്ട്രയിലെ പൂനെയിൽ രക്ഷ തേടിയെത്തിയ പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് കൈമാറി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൊടും ക്രൂരത. സെക്സ് റാക്കറ്റിന്റെ കയ്യിൽപ്പെട്ട പെൺകുട്ടി ലൈംഗിക പീഡനം നേരിട്ടു. വിവരം പുറത്തറിഞ്ഞതോടെ പോലീസ് സ്ഥലത്ത് വൻ പരിശോധന നടത്തി. മനീഷ പുകാലെ എന്ന ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ഇവരുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ശ്രീനാഥ്. എന്തായാലും ഇവരെയൊക്കെ പോലീസുകാരി എന്ന് പറയാൻ പറ്റുമോ? പറയൂ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും കൊടും ക്രൂരതയാണ് SKN ഒരു പെൺകുട്ടിയോട് ചെയ്തത്. ഈ പെൺകുട്ടി ബംഗ്ലാദേശി പൗരയാണ്. ഇവിടെ മനുഷ്യക്കടത്തുകാർ എത്തിച്ചതാണ് എന്ന് കരുതുന്നു. പൂനെയിലെ ബുധവാർപേട്ടിലാണ് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്. അവിടെ അതൊരു റെഡ് ലൈറ്റ് ഏരിയയാണ്. അവിടെ ഒരു റെഡ് ലൈറ്റ് ഏരിയ ഉണ്ട്, ഒരു വേശ്യ തെരുവ് അവിടെ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ ഒരു കാര്യമാണ്. അവിടെയായിരുന്നു ഈ പെൺകുട്ടി എത്തി. അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടാണ് ഫറസ് ഖാന പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പെൺകുട്ടി രാത്രി ഓടിയെത്തുന്നത്. പോലീസിനോട് തന്നെ രക്ഷിക്കണം എന്നാവശ്യപ്പെടുന്നു. ഈ മനീഷ പുക്കാലെ എന്ന പോലീസ് കോൺസ്റ്റബിളാണ് ആദ്യം അവരെ സമീപിക്കുന്നത്. അങ്ങനെ അവരെ മറ്റൊരു പോലീസ് പോസ്റ്റിലേക്ക് കൊണ്ടുപോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ വെച്ച് ഈ വേശ്യ തെരുവിൽ നടത്തിപ്പുകാരനായ ആളെ വിളിച്ചു വരുത്തുകയും പിന്നീട് അയാളുമായി ഈ പോലീസ് ഉദ്യോഗസ്ഥ മനീഷ പുക്കാലെ സംസാരിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയെ തിരികെ അയാൾക്ക് തന്നെ കൈമാറിയെന്ന ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് ഒരു പോലീസ് കോൺസ്റ്റബിൾ ചെയ്തത്. പിന്നീട് ആ പെൺകുട്ടിക്ക് ക്രൂരമായ പീഡനം അവിടെ വീണ്ടും ഏൽക്കേണ്ടി വന്നു എന്നതാണ്. ഒരു മാസം മുമ്പാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് ഇത് പുറത്തേക്ക് വരുന്നത്. പിന്നാലെ പോലീസ് ഇതിൽ നടപടിയെടുത്തിരിക്കുന്നു. DCP ഇപ്പോൾ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ബുധവാർപേട്ടിലെ ഈ വേശ്യ തെരുവിൽ വലിയൊരു പരിശോധന കഴിഞ്ഞ ദിവസം രാത്രി നടത്തുകയുണ്ടായി. 600-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് ആ പ്രദേശം വളഞ്ഞ് വലിയ റെയ്ഡ് നടത്തിയത്. നിരവധി കെട്ടിടങ്ങളിൽ അവർ പരിശോധന നടത്തി. 3 ബംഗ്ലാദേശി സ്ത്രീകളെ അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.